നമസ്കാരം. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാത കയാക്കിംഗ് നടത്താൻ പറ്റുന്ന തരത്തിലായിട്ടും കണ്ണു തുറക്കാതിരിക്കുകയാണ് അധികൃതർ. പൊറുതിമുട്ടി ജനങ്ങളും. ₹29 ലക്ഷം ചെലവഴിച്ച് ചെളി ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പ് കുഴിയടച്ച കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലെ കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ അവസ്ഥയാണിത്. പെരുമഴയത്ത് പൊതുമരാമത്ത് വകുപ്പ് കുഴിയടക്കൽ പ്രഹസനം നടത്തിയത് നാം എല്ലാവരും കണ്ടിരുന്നതാണ്. കുഴിയടച്ച് 3-ാം ദിനം തന്നെ കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതും കണ്ടു. എന്നാൽ അതിനും ഒരാഴ്ച മുൻപ് ബസ് ഉടമകളും ജീവനക്കാരും ട്രേഡ് യൂണിയനുകളും സംയുക്തമായി സമരപ്രഖ്യാപനം നടത്തിയിരുന്നു. 29 ലക്ഷം ചെലവഴിച്ച് കുഴിയടക്കൽ മഹാമഹം നടത്തിയതോടെ ബസ് സമരം പിൻവലിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മേഖലയിലെ സ്വതന്ത്ര ബസ് തൊഴിലാളികൾ പണിമുടക്കിയിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകൾ സമരത്തിനില്ല എന്ന തീരുമാനത്തിലാണ്. റോഡ് നവീകരിച്ച് ഗതാഗതയോഗ്യമാക്കുമെന്ന് ട്രേഡ് യൂണിയനുകൾക്ക് അശരീരി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ നഷ്ടപ്പെടുന്ന സമയം ബാക്കിയിടങ്ങളിൽ മരണപ്പാച്ചിൽ പാഞ്ഞ് തിരിച്ചുപിടിക്കാൻ സർക്കാർ സംവിധാനങ്ങളൊന്ന് കണ്ണടച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ ഒത്തുതീർപ്പിന് പിന്നിലെന്നും ചില സൂചനകളുണ്ട്. സ്വതന്ത്ര തൊഴിലാളികൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ഏതാണ്ട് പരാജയപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തൃശൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ട്രേഡ് യൂണിയനുകൾ ഒരു പണിമുടക്ക് പോലും നടത്തിയിട്ടില്ല എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. കേച്ചേരിക്കും ചൂണ്ടലിനുമിടയിൽ റോഡിൽ കുഴിയാണോ അതോ കുഴികൾക്കിടയിൽ റോഡാണോ എന്ന് വിദഗ്ധ സംഘം പരിശോധിച്ച് തീരുമാനത്തിലെത്തേണ്ടി വരും. കുന്നംകുളത്ത് നിന്നും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്നത് കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലൂടെ ചൂണ്ടൽ, കേച്ചേരി, മുണ്ടൂർ, അവണൂർ വഴിയായിരുന്നു. ഈ വഴിയിലൂടെ രോഗികളുമായി ആംബുലൻസുകൾ ഇപ്പോൾ സഞ്ചരിക്കുന്നില്ല. പകരം എരുമപ്പെട്ടി, പാത്രമംഗലം വഴിയാണ് ആംബുലൻസുകൾ രോഗികളെ മെഡിക്കൽ കോളേജിലെത്തിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഉയർന്നു വരുന്ന വാദം സമയക്രമീകരണം, പെർമിറ്റ് നൽകിയ സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് എന്നിവയൊക്കെയാണ്. എന്നാൽ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള സംസ്ഥാന പാത തകർന്ന് തരിപ്പണമായിട്ടും ബസ് ജീവനക്കാരുടെ ട്രേഡ് യൂണിയനുകൾ തുടരുന്ന മൗനത്തിന് പിന്നിൽ അജണ്ടകൾ ഏറെയാണ്. മരണപ്പാച്ചിൽ നടത്തിയാൽ സർക്കാർ സംവിധാനം കണ്ണടച്ചിരിക്കുമെന്ന ഉറപ്പിന് നൽകുന്ന പ്രത്യുപകാരമായി ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധം നടത്താതെ മൗനമാചരിക്കുന്നു. അനിശ്ചിതകാലം പണിമുടക്കുമെന്ന പ്രഹസന പ്രഖ്യാപനത്തിന് ശേഷം പിന്നെയും മഴ ഏറെ പെയ്തു. കുഴികൾ വളർന്ന് ഗർത്തങ്ങളായി വികസിച്ചു. റോഡ് ശോഷിച്ച് കാണാതായി. ഇനി പണിമുടക്കെന്ന ഭീഷണി ഉയർത്താൻ ട്രേഡ് യൂണിയനുകൾ വരാൻ സാധ്യതയുമില്ല. പ്രതിഷേധ ശബ്ദമുയർത്തുന്ന സ്വതന്ത്ര തൊഴിലാളികൾക്ക് സംഘടനാ ബലവുമില്ല. ഇനിയും ദുരിതയാത്ര തുടരേണ്ടി വരും. ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന സത്യം മനസ്സിലാക്കി ഒന്നുകിൽ ജനങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക. കഴിയുമെങ്കിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യാതെ മുഖ്യം ചെയ്ത പോലെ വടക്കാഞ്ചേരി വഴി വണ്ടി തിരിച്ചുവിടുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഫാക്ട്.